ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് കീഴിലുള്ള ആശമാരുടെ വേതന വർധനവിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമെന്ന് ആരോപിക്കുന്ന സമരക്കാർ സമരത്തിന്റെ രീതി തന്നെ അക്രമാസക്തമായ നിലയിലേക്ക് മാറ്റാൻ ആഹ്വാനം ചെയ്യുന്ന വാട്സ്ആപ്പ് സന്ദേശം. നിലവിൽ ആശമാർക്ക് ലഭിക്കുന്ന വേതനം പര്യാപ്തമാണോ? അല്ല. വേതന വർധനവെന്ന ആവശ്യം ന്യായമല്ലേ? തീർത്തുമാണ്. ആശാ വർക്കർമാരുടെ പ്രവർത്തനം 2005 രാജ്യത്ത് തന്നെ ആരംഭിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ജോലിഭാരം 2025 ആകുമ്പോഴേക്കും 30 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വർദ്ധിച്ച ജോലിഭാരത്തിന് അനുസൃതമായ കാലാനുസൃതമായ വർധനവ് രാജ്യവ്യാപകമായി വേതനത്തിൽ ഉണ്ടാകണം എന്നർത്ഥം. 2016 9 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ കേരളത്തിൽ ആശാ വർക്കർമാർക്ക് ലഭിച്ചിരുന്ന ഓണറേറിയം 1000 രൂപ. 2025 9 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ വർധനവ് 6000 രൂപ. അതായത് കേരളത്തിൽ നിലവിൽ ലഭിക്കുന്നത് 7000 രൂപ. 60-40 അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട തുകയിൽ 2010 ശേഷം 15 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഇൻസെന്റീവ് എത്രയാണ് എന്ന് നോക്കാം നമുക്കിനി. വട്ടപൂജ്യമാണത്. നാരീശക്തിയെക്കുറിച്ച് മിനിറ്റിന് ആവർത്തിക്കുന്ന മോദി സർക്കാർ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ NHMനുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് 40%. രാജ്യത്തുടനീളം തെരുവിൽ കിടക്കുന്ന ആശാ വർക്കർമാരെ തൊഴിലാളികൾ എന്നുപോലും അഭിസംബോധന ചെയ്യാനാകാത്തത് എന്തുകൊണ്ടാണ്? ഈ സ്ത്രീകളെ തൊഴിലാളികളായി പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്തൊരു കേന്ദ്ര ഭരണകൂടം ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട്. ഈ സ്ത്രീകൾ തൊഴിലാളികളാകേണ്ട സന്നദ്ധ പ്രവർത്തകരായാൽ മതിയെന്ന് ശഠിച്ചവർ ആരാണ്? മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ. ഈ സ്കീം വർക്കേഴ്സിന് ഇന്നവർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് നിയമനം നൽകാൻ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ? സംസ്ഥാന സർക്കാരിനെതിരെ സമരക്കാരെ ആയുധമാക്കുന്ന UDF എന്തുകൊണ്ടാണ് 500 രൂപ 1000 ഉയർത്താൻ സമരം ചെയ്തപ്പോൾ ഈ അവകാശങ്ങളൊന്നും അവർക്ക് സ്ഥാപിച്ചു നൽകാതിരുന്നത്? മറ്റ് ജീവനക്കാരെ പോലെ ശമ്പളവും ആനുകൂല്യവും ലഭിക്കണമെന്ന ആവശ്യം നിയമപ്രകാരം നടപ്പിലാക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനുമാകില്ല എന്നതുകൊണ്ട് തന്നെ 2011 അധികാരത്തിൽ വന്ന് 14 മാസം ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകാത്ത UDF സർക്കാരിനെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. സമരപ്പന്തലിലെത്തി കൂട നൽകി ചിത്രമെടുത്തു മടങ്ങിയ കേന്ദ്രമന്ത്രിയോട് എവിടെ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള 100 കോടി, എവിടെ ഞങ്ങളുടെ അവകാശങ്ങളെന്ന് ചോദിക്കാതിരുന്ന ആശമാരെയും ചരിത്രം മറക്കില്ല. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. കേന്ദ്രത്തിനെതിരെ ആശമാരുടെയും പ്രതിപക്ഷത്തിന്റെയും നാവ് പൊന്താത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ഈ വിഷയത്തിൽ അതിഥികളായി ചേരുന്നവർ: KN ഗോപിനാഥ് CPIM നിന്നും, ദീപാനിൽ കോൺഗ്രസ് നേതാവ്, PP പ്രേമ ആശാ വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി എന്നിവരാണ്. ആദ്യം PP പ്രേമയിലേക്ക്. പ്രേമ, നോക്കൂ, ഈ ആശാ വർക്കർമാരെ തൊഴിലാളികൾ എന്ന് കേന്ദ്ര സർക്കാർ നിർവചിച്ചാൽ അവസാനിക്കുന്നതാണ് ഇന്ന് അവർ ഈ സമരത്തിൽ ഉയർത്തുന്ന പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഭൂരിഭാഗവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് അത് ചെയ്യേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി അവരുടെ സമരപ്പന്തലിലെത്തി വലിയ നിലയിലുള്ള സിനിമാ സ്റ്റൈൽ നാടകങ്ങൾ നടത്തി മടങ്ങുന്നത്. ആ കേന്ദ്രമന്ത്രിയോട് കേന്ദ്രം നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് ഒരക്ഷരം ചോദിക്കാൻ ഒരാശാ പ്രവർത്തകയ്ക്കുമായില്ല. അങ്ങനെയുള്ള ആശാ വർക്കർമാരുടെ സമരത്തെ പൊതുസമൂഹം എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്? ഇന്ന് ആശാ വർക്കർമാർ നടത്തുന്ന സമരം അത് ശരിക്കും തൊഴിലാളികളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. ഒരു വിഭാഗം ആശമാരെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമരത്തിൽ വന്നാൽ 21,000 രൂപ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് മുൻപിലേക്ക് ഈ സമരം നടത്തുന്നത് എന്ന് പരിശോധിക്കുന്ന സമയത്താണ് നമ്മൾക്ക് മനസ്സിലാവുക, ഇത് ഒരു ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ല, ഇത് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള സമരമാണ്. ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് നമ്മൾ മുദ്രാവാക്യം ഉയർത്തേണ്ടതിന് പകരം നിങ്ങൾ മിനിമം വേതനം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിന് മുന്നിലേക്ക് സമരം നടത്തുന്നതിലാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഞങ്ങളിപ്പോൾ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ
അതിശക്തമായ പോരാട്ടമാണ്, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പോരാട്ടമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലേക്കാണ്. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും തൊഴിലാളികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതും കേന്ദ്ര ഗവൺമെൻറ് ആണെന്നിരിക്കെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് ഏറ്റവും കൂടുതൽ ആശമാരെ അനുകൂലിച്ചുള്ള നിലപാട് സ്വീകരിച്ചത്. അതിന് കാരണം ഇവിടെ ഒരു തവണയേ അതിനുശേഷം UDF ഗവൺമെൻറ് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. മാറി മാറി വന്നിട്ടുള്ള LDF ഗവൺമെൻറ്റുകൾ കൂടുതൽ കാലം ഇവിടെ ഭരിച്ചതുകൊണ്ടാണ് കേരളത്തിലെ ആശമാർക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള പല പദ്ധതികളും ഓണറേറിയവും വർദ്ധിക്കാനുണ്ടായ സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ ഹോണറേറിയവും ഇൻസെൻറ്റീവും കൂടി 1000 രൂപയാണ് നൽകുന്നത്, 10000 രൂപയാണ് നൽകുന്നത്. ആസാമിൽ 3000 രൂപയാണ് ഹോണറേറിയം നൽകുന്നത്. ബീഹാറിൽ 3000 രൂപയാണ് ഹോണറേറിയം നൽകുന്നത്. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ 2000 രൂപയാണ് ഹോണറേറിയം നൽകുന്നത്. ഹരിയാനയിൽ 3 മാസക്കാലം ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ്റെ CITUവിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് 6100 രൂപ ഹോണറേറിയം നൽകുന്നു. കർണാടകയാകട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് 5000 രൂപയാണ് ഹോണറേറിയം. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ 7000 രൂപ ഹോണറേറി ഉള്ളത്. MP-യിലാണെങ്കിൽ 6000 മഹാരാഷ്ട്രയിലാണെങ്കിൽ 5000 ഒഡീഷയിലാണെങ്കിൽ 4200 പോണ്ടിച്ചേരിയാണെങ്കിൽ 1000 രാജസ്ഥാനിൽ 2000 ഇങ്ങനെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ 2000-ഉം 3000-ഉം 6000-ഉം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇൻസെൻറ്റീവിൽ വലിയ വർധനവ് വരുത്താനുള്ള ഒരു ഇടപെടൽ സ്റ്റേറ്റ് സർക്കാർ നടത്തുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ കേരളത്തിൽ ആ ഒരു കാര്യത്തിലും സ്റ്റേറ്റ് സർക്കാർ നന്നായിട്ട് ഇടപെടുകയാണ്. ഓരോ തവണയും ഇൻസെൻറ്റീവ് വെട്ടിച്ചുരുക്കുന്ന സമയത്ത് കേരളത്തിൽ എങ്ങനെ ഇടപെട്ട് കേരളത്തിൻ്റെ തനതായ ഫണ്ടിൽ നിന്ന് ഇവർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഇടപെടാൻ കഴിയും എന്ന് നോക്കിയിട്ട് നമ്മളുടെ വാർഡ് തലത്തിലുള്ള സാനിറ്റേഷൻ ഫണ്ടിൽ നിന്ന് പോലും ആശമാർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഫണ്ട് വയ്ക്കുകയാണ്. ശരി പ്രേമ, ആ നിലയിലുള്ള ഇടപെടൽ ഇവിടെ നടക്കുന്നു. എന്നാൽ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തോ അത് ഉന്നയിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൂടിയാണ് പ്രേമ ആ വിഷയത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. ദീപാനിൽ, ഇനിയിപ്പോൾ നിയമസഭയൊക്കെ തുടങ്ങുന്ന സമയമാണ്. ഇതിനോടകം തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷം, UDF, കോൺഗ്രസ് ഒക്കെയും. ഇന്നിപ്പോൾ നോക്കൂ, സുരേഷ് ഗോപി സമരപ്പന്തലിൽ എത്തുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പുലർത്തേണ്ട നടപടിയടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും ആ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അത് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ടാകുക? കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തേണ്ട മുദ്രാവാക്യങ്ങളെ കുറിച്ച് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ആശാ വർക്കർമാര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ശ്രീമതി പ്രേമ പറയുന്നത് ഇവിടെ ഞാൻ കേട്ടു, സ്ഥിരം നിയമനമാക്കണം. അതൊക്കെ വളരെ വലിയ പ്രൊസീജിയറുകളാണ്. പിന്നെ ആശാ വർക്കർമാര് അവരുടെ വേതനം വർദ്ധിപ്പിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സാമാന്യ രീതിയിൽ, പരിമിതമായ രീതിയിലെങ്കിലും ജീവിക്കാനുള്ള ഒരു തുക അവർക്ക് കിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയപ്പോൾ മാത്രമാണ് CITUവിന്റെ ആശാ വർക്കർമാരുടെ സംഘടനയ്ക്ക് ഇത് 1 വർഷം നീണ്ട സമരമൊക്കെ പ്രഖ്യാപിക്കണമെന്ന് തോന്നിയത് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും അവർക്ക് അങ്ങനെ ഒരു ഈ CITUവിന്റെ കീഴിലുള്ള ആശാ വർക്കർ, ശ്രീമതി പ്രേമയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർക്ക് ഇത് കേന്ദ്രത്തിനെതിരെങ്കിലും ഒരു സമരം നടത്തണമെന്ന് തോന്നിയല്ലോ. അതിന് ഈ സമരം ഉപകാരപ്പെട്ടല്ലോ. അതിന് നിങ്ങൾ ഈ ആശാ വർക്കർമാരോടൊന്ന് നന്ദി പറഞ്ഞു. അല്ല, അത് തെറ്റല്ലേ ദീപാനിൽ? ഈ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടങ്ങുന്നതിന് മുൻപ് അല്ല, അത് തെറ്റല്ലേ? താങ്കൾ പറഞ്ഞത് തെറ്റല്ലേ? ഈ സമരത്തിന് ശേഷമല്ലല്ലോ ഇപ്പോൾ CITUവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഇതിനു മുൻപ്, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് മുൻപ് ആരോഗ്യമന്ത്രിയുമായി അടക്കം ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് ആരാണ്? അതിനു മുൻപ് സംസ്ഥാന വ്യാപകമായി സമരം നടത്തിയത് ആരാണ്? ഒരുപക്ഷെ താങ്കൾ കാണാത്തത് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ആ നിലയിലുള്ള അജണ്ട ഉള്ളത് കൊണ്ടാകും ദീപാനിൽ. പക്ഷേ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആശാ വർക്കർമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, അവർക്ക് നേരെ എന്താ സമരം നടത്താത്തത് എന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ മുൻപിൽ 2021 പുറത്തിറക്കിയ നിങ്ങളുടെ പ്രകടന പത്രികയുണ്ട്.
അതില് ആശാ വർക്കർമാർക്ക് 700 രൂപ മാസവേതനം നൽകുമെന്ന് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും അത്യാവശ്യമായി നടപ്പാക്കേണ്ട പദ്ധതികളിൽ പെട്ടതാണ് ഈ ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും സ്കൂൾ ഉച്ചക്കഞ്ഞി ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും ഒക്കെ ശമ്പള വർധനവ് നടത്തുമെന്നുള്ള 50 പരിപാടിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം നൽകുക? അല്ല, അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 2014 UDF സർക്കാർ അവസാനം അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വേതനം 1000-ൽ നിന്ന് ഇന്നത് 7000 ആക്കിയിട്ടുള്ളത് ഈ നിലയിൽ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞ ഈ സ്കീം ആയിക്കോട്ടെ, NHM കീഴിലുള്ള സ്കീമുകളിലായിക്കോട്ടെ, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലടക്കം കേന്ദ്ര സർക്കാരിന്റെ വെട്ടിക്കുറവ്, മോദി സർക്കാരിന്റെ ആദ്യത്തെ പൊതു ബഡ്ജറ്റിൽ 40% വെട്ടിക്കുറവ് ഈ NHM സ്കീമിൽ വന്നിട്ടുണ്ട്. അത് മാത്രമാണോ, അവരുടെ പല പദ്ധതികളിൽ പോലും ഈ ആശാ കിരണം എന്നൊക്കെയുള്ള പേരിലുള്ള അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യ പദ്ധതികളിൽ വെട്ടിക്കുറവ് ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൽ നിന്നുമാണ്. അതിനെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. കേരളത്തിന് ഉയർത്തേണ്ട ആവശ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ പിന്തുണ നൽകുന്നത് ഈ ആശാവർക്കർമാരുടെ സമരത്തിനാണ്. അവരുടെ വളരെ പരിമിതമായ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവരുടെ സമരത്തിനാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. അല്ലാതെ വലിയ ഒരു സമരം നടക്കുമ്പോൾ അത് എന്താണ് നീതിയുക്തമായ സമരമാണെങ്കിൽ അതിന് പിന്തുണ നൽകേണ്ടത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്തപരമായ ഒരു പ്രസ്താവനയാണ്. അല്ല, നമുക്ക് സംസാരിച്ചു പോകാം. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് വളരെ ഉത്തരവാദിത്തപരമായ സ്വീകാര്യമായ ഒരു പ്രസ്താവനയാണ്. ഒരു സമരം നടക്കുമ്പോൾ അതിന്റെ മുദ്രാവാക്യങ്ങൾ അതിൽ പിന്തുണ നൽകേണ്ടത് ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശരി, വളരെ സ്വീകാര്യമായ സമീപനം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം നടത്തുമ്പോൾ അവരുടെ മുദ്രാവാക്യത്തെ കുറിച്ചാണല്ലോ താങ്കൾ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ PP പ്രേമയുടെ നേതൃത്വത്തിൽ CITU നടത്തുന്ന സമരത്തിൽ, ആശാ വർക്കർമാരുടെ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം, അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ആ ആവശ്യത്തോട് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? നിങ്ങളുടെ പിന്തുണയുണ്ടോ അതിൽ? അതിന് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ശ്രീമതി പ്രേമയുടെ നേതൃത്വത്തിൽ ഇപ്പം നടത്തുന്ന സമരം എന്തിനു വേണ്ടിയാണെന്നും എങ്ങനെ അത് രൂപം കൊണ്ടു എന്നും കൃത്യമായി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ ഇന്നത്തെ പ്രതിപക്ഷത്തിനുണ്ട്. ഈ ആശാവർക്കർമാരുടെ സമരത്തിന് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് ഒരു സമരം ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന്, കാരണം ഇവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ CITUക്കാരുടെ ആശാവർക്കർമാരെ കുറിച്ച് പൊതുസമൂഹം എന്ത് കരുതുമെന്ന് കരുതിക്കൊണ്ടും ഈ ഒരു സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടും അംഗബലം ഞങ്ങൾക്കാണ് കൂടുതലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കാണിക്കുന്ന ഈ പ്രഹസനത്തിനെ ഒന്നും ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് 18 നമ്മുടെ MP-മാരുണ്ട്, അവരെല്ലാവരും തന്നെ അവിടെ പോകുന്നുണ്ട്, അവരവിടെ ഇതിനു വേണ്ടി പറയുന്നുമുണ്ട്. ഈ പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങളുടെ MP-മാർ ഇതിനെതിരെ ഈ ആശാവർക്കർമാർക്ക് വേണ്ടി ഇവിടെ കേരളത്തിലെന്നല്ല രാജ്യത്താകമാനമുള്ള ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും രാജ്യത്ത് ഒന്നടങ്കമുള്ള ആശാവർക്കർമാരുടെ റെമ്യൂണറേഷൻ, അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കും എന്നുള്ള ഒരു വാഗ്ദാനവും ഞങ്ങൾ കൊടുത്തിരുന്നു. ശ്രീ ഗോപിനാഥ, ന്യായമായ സമര മുദ്രാവാക്യങ്ങൾക്ക് പ്രതിപക്ഷം പിന്തുണ നൽകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ സർക്കാരിനെതിരെ ആശാ വർക്കർമാർ ഉയർത്തുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ന്യായമെന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് നിൽക്കുന്ന CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരത്തെ, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തെ വഴിതിരിച്ചു വിടാനുള്ള സമരം, ബദൽ സമരം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അതിനു മുൻപ്, ഈ സെക്രട്ടേറിയറ്റിന് സമീപത്തെ സമരം തുടങ്ങുന്നതിന് മുൻപ് ഈ CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ ഈ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള സമരത്തെ അവർ കണ്ടിട്ടില്ല. ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് ഫെബ്രുവരി 7-ാം തീയതി നടന്ന ഇവിടെ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയ്ക്ക് ആധാരമായ സമരം എന്താണ് എന്നത് പോലും പ്രതിപക്ഷം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവർ അറിയാത്തത് എന്തുകൊണ്ടാണ്? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ? പ്രതിപക്ഷം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നത് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സംസ്ഥാനത്ത് ഭരിക്കുന്നിടത്തോളം, അത് ഈ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളിൽ, സാമൂഹ്യക്ഷേമ നടപടികളിൽ, കേരളത്തിന് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന മികവ് ചർച്ച ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവർ നെഗറ്റീവായിട്ട് പ്രതികരിക്കാറുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ആശാവർക്കർമാരുടെ കഞ്ഞിയിൽ പാറ്റയിടാനാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ വരവ് പ്രധാനമായിട്ടുള്ളത്. ആശാവർക്കർമാരുടെ ഓണറിയം വർദ്ധിപ്പിക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞു കേട്ടു, ഞങ്ങൾ പാർലമെൻറ്റിൽ പറയുന്നു. ഇതേവരെ പാർലമെൻറ്റിൽ 18 MP-മാർ വാ തുറന്നിട്ടില്ലല്ലോ കേരളത്തിന് വേണ്ടി. വയനാടിൻ്റെ കാര്യത്തിൽ പോലും ഒരു കാര്യം പറയാതെ, വയനാട്ടിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് സമരം സൃഷ്ടിക്കുന്നവരല്ലേ അവർ.
അവർ ആശാ വർക്കർമാർക്ക് വേണ്ടി ധാർമ്മികമായി എന്ത് പറയാൻ കഴിയും? ഉമ്മൻചാണ്ടി കേരളത്തിൽ ഭരിക്കുന്ന സന്ദർഭത്തിൽ, അന്ന് ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ വളരെ ശക്തമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന സമരം നടത്തിയല്ലോ. 5000 രൂപ ഓണറിയം വർദ്ധിപ്പിക്കുന്ന ഓഫർ ചെയ്തിട്ട് എവിടെയായിരുന്നു? അതുപോലെ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഗവൺമെൻറ്റിൽ പ്രതിനിധിയാണ്. ആശാ കിരൺ എന്ന് പറയുന്ന, ആശ്വാസ് കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നടപ്പായില്ല. BJP പ്രഖ്യാപിച്ചാണ്. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കി. കുറേ പേര് അതിനകത്ത് പദ്ധതിയിൽ അംഗങ്ങളായി. അത് വളരെ പെട്ടെന്ന് വിഡ്രോ ചെയ്ത് കളഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ്. അതുകൊണ്ട് BJPക്കും കോൺഗ്രസിനും യഥാർത്ഥത്തിൽ ആശാ വർക്കർമാരുടെ രക്ഷകരായി വരാൻ ധാർമ്മികമായി അവകാശമില്ല. അവർ ബോധപൂർവമായി ഈ പ്രശ്നത്തെ പർവ്വതീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന്, അത് നല്ല കായ്ഫലമുള്ള വൃക്ഷത്തിലാണല്ലോ കല്ലെറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് കർണാടകത്തിലേക്കോ ആസാമിലേക്കോ ഗുജറാത്തിലേക്കോ പോയിട്ട് കാര്യമില്ല. ഗുജറാത്തിൽ 2000 രൂപ ഓണറിയോ കൊടുക്കുന്നുള്ളൂ. എന്താണ് ഇവർക്ക് പ്രകോപനമില്ലാതിട്ട്? ഫെബ്രുവരി 1 പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് ആശാ വർക്കർമാർ, സ്കീം വർക്കർമാർ, അംഗൻവാടി, മിഡ് ഡേ മീൽ വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? ഇതേവരെ ഇല്ലല്ലോ. എന്താ ഞാൻ ചോദിക്കുന്നത്, 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ആശാ പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ ഓണറിയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമതലയാണ്. പെൻഷൻ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമതലയാണെന്നുണ്ടോ? 70ഓളം പ്രത്യേകമായിട്ടുള്ള വർക്കുകൾ യഥാർത്ഥത്തിൽ ആശാ വർക്കർമാർക്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. റൂറൽ എന്നുള്ളത് നഗരപ്രദേശങ്ങളെ കൂടി ചേർത്ത് നാഷണൽ ഹെൽത്ത് മിഷനാക്കി അതിനുശേഷം വന്നിട്ടുള്ള 70-60ഓളം വരുന്ന വർക്കുകൾ പ്രത്യേകമായിട്ട് മോളിൽ നിന്ന് കേന്ദ്രം കൊണ്ടുവരികയാണ്. ഇവിടെ ചിലരെല്ലാം ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കന്മാർ ജോലി ചെയ്യിപ്പിക്കുന്നതോടുകൂടി കേരള സർക്കാരാണെന്നല്ല. അല്ലല്ല, കേരള സർക്കാർ അവർ ജോലി ചെയ്യിപ്പിക്കുന്നതിന് അവർക്ക് പരമാവധി ചേർത്ത് പിടിച്ച് ആനുകൂല്യം നൽകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രമിച്ചത്. 7000 രൂപ ഓണറിയെന്ന് പറയുമ്പോൾ പലർക്കും ദഹിക്കുന്നില്ല. ഇന്ത്യയിൽ കർണാടകത്തിലില്ലാത്ത ഒരുപക്ഷെ സമാനമായ എന്തെങ്കിലും എന്നുള്ളതിൽ ഒരു 500 രൂപയുടെയൊക്കെ വ്യത്യാസത്തിലുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. അതെല്ലാം CITU നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തിൻ്റെ, CITU എന്ന് പറയുന്നത് CITU നേരിട്ടല്ല, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് ആശാ വർക്കർമാരുടെ, അത് CITU ആണ്, നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരിപ്പോൾ കേരളത്തിനകത്ത് 21,000 രൂപ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ 21,000 രൂപ എവിടെ നിന്നുണ്ടായി? ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ 21,000? 21,000 എന്നുള്ള ഒരു വാചക ഘടന, ഒരു വാക്ക് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശമ്പള പരിധി തന്നെ നിശ്ചയിച്ചൊരു മുദ്രാവാക്യം ആവിഷ്കരിക്കാൻ കാരണം കേരളത്തിലെ തൊഴിൽ നിയമത്തിൽ കരാർ തൊഴിലാളികൾക്ക് മിനിമം വേജസ് 21,000 കൊടുക്കുമെന്ന് ഈ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആശാ വർക്കർമാരടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക്, നിത്യവരുമാനക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഫ്ലോർ ലെവൽ വേജസ് എന്ന് പറയുന്നത് വെറും 222 രൂപയാണ്. ഇവർ 7000-ൻ്റെ കണക്ക് പറഞ്ഞിട്ട് 232 പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJPയുടെ ഫ്ലോർ ലെവൽ വേജസ് എന്നുള്ള ആ ലിമിറ്റ് എന്ന് പറയുന്നത് 222-നേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് കേരളത്തിൽ. 7000 തന്നെ. 7000 മാത്രമല്ലല്ലോ, അവർക്ക് അതർ ഇൻസെൻറ്റീവ്, വേരിയബിൾ ഇൻസെൻറ്റീവും ഫിക്സഡ് ഇൻസെൻറ്റീവും ഒക്കെ ചേർത്തിട്ടാണ് ഈ 10,000 രൂപയോളം അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളാരും ആശാ വർക്കർമാരുടെ സാച്ചുറേഷനായി അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു കാരണവശാലും ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഈ 7000-ഓ ഈ 13,000-ഓ മതി, അതുകൊണ്ട് അവർ പരമാവധി സായുജ്യം അടഞ്ഞോളണം എന്നുള്ള നിലപാടുകാരല്ല. ഞങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ് മുമ്പാകെ ചെയ്യാവുന്നത് മുഴുവനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി CITU അനുവാദം കൊടുത്തുകൊണ്ട് തന്നെ, ഞങ്ങളടക്കം പങ്കെടുത്തുകൊണ്ട് തന്നെ ആശമാർ ഇവിടെ ശക്തമായിട്ടുള്ള സമരം കഴിഞ്ഞ ജനുവരി 20-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാൻ വേണ്ടി DHSൻ്റെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ മുമ്പിൽ പോയിട്ടുണ്ട്. അന്നൊന്നും മാധ്യമങ്ങൾ ആശമാരുടെ രക്ഷകരായിട്ട് വന്നില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം AG's ഓഫീസിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങളവിടെ പ്രസംഗിക്കുന്ന നേതാക്കന്മാരിൽ നിന്ന് വരികൾക്കിടയിലൂടെ വല്ലതും കിട്ടുവാണെങ്കിൽ അതിന് പ്രചരണം കൊടുക്കാൻ വേണ്ടിയാണ് 10-21 ചാനലുകൾ അവിടെ വന്ന് നിന്നത്, അല്ലാതെ ആശമാരുടെ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ശരി, ഞാൻ മടങ്ങി വരാം. ദീപാനിൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ താങ്കൾ ഈ CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരത്തിന്റെ വിശ്വാസ്യതയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ശ്രീ ഗോപിനാഥ് പറഞ്ഞതുപോലെ ജനുവരി മാസത്തിൽ മുതൽ ആരംഭിച്ച ഒരു സമരമുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് മുൻപാണ് കേട്ടോ. വേണ്ട വിധത്തിലുള്ള മാധ്യമ ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ശ്രദ്ധിക്കാതിരുന്നത്. അപ്പോൾ ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 7-ാം തീയതി വിളിച്ച ചർച്ചയിൽ ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പഠിച്ച ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വേണ്ട വിധമുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ 10 മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ 10 മാനദണ്ഡങ്ങളിൽ 5 അത് വെട്ടിച്ചുരുക്കാനും 5 നടത്തിയാൽ മതി, 5 പൂർത്തീകരിച്ചാൽ മതി എന്നുള്ള തരത്തിൽ ആ നിബന്ധനയിൽ ഇളവ് വരുത്താനും ഫെബ്രുവരി 7-ാം തീയതിയിലെ മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്.
അന്ന് ഉയർത്തിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആ യോഗത്തിന് ശേഷവും പൊടുന്നനെ 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന സർക്കാരിനെതിരെ അടുത്ത സമരം തുടരുകയാണ്. ആ സമരത്തിൽ ഒരു രാഷ്ട്രീയവും താങ്കൾ കാണുന്നില്ലേ? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കൈരളി ചാനലിന്റെ ചർച്ചയിൽ ഞാനിപ്പോ ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഒരു തവണ പോലും നിങ്ങൾ ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ഒരു പ്രതിനിധിയെ നിങ്ങളുടെ ചർച്ചയ്ക്ക് വിളിക്കാറില്ല. അതിന് പകരം നിങ്ങളുടെ CITU സംഘടനയുടെ CPM-ന്റെ LDF-ന്റെ CITU സംഘടനയുടെ പ്രതിനിധി, അത് ഈ സമരത്തിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തികളെയാണ് നിങ്ങൾ ഈ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ സമരം നടത്തുന്നതിൽ ഒരു പ്രതിനിധിയെ കൊണ്ടുവന്ന് അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാനോ കേൾപ്പിക്കാനോ തയ്യാറാകാത്തത്? രണ്ടാമത്തെ കാര്യം, ഈ 21,000 രൂപ എന്ന് പറയുന്ന ഒരു ഐഡിയ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. 2021 നിങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട് 700 രൂപ വേതനം അവർക്ക് ഉറപ്പാക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ 45-ാമത്തെ ഒരു ഇനമായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളതാണിത്. അത് നിങ്ങളെടുത്ത് ചെക്ക് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ചെക്ക് ചെയ്ത് നോക്കാൻ പറയൂ. അപ്പൊ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കഴിയില്ല, ഇതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കപട വാഗ്ദാനം ആ പ്രകടന പത്രികയിൽ കൊടുത്തത്? ഈ ഇടതുപക്ഷം എങ്ങനെയാണ് കൊടുത്തത്? അപ്പോ പ്രകടന പത്രികയിൽ 50 ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കുന്ന 50 ഇനങ്ങളിൽ 45-ാമത്തെ ഇനമായിട്ട് ചേർത്തേക്കുന്നതാണ് ഈ ഇവരുടെ ആശാ വർക്കർമാരുടെ വേതന വർധനവ് 700 രൂപയാക്കുമെന്ന് സ്പെസിഫിക് ആയിട്ട് നമ്പർ സഹിതം എമൗണ്ട് സഹിതം പറഞ്ഞേക്കുവാണ്. അപ്പൊ അത് തന്നെയാണ് അവർക്ക് ഇതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ഈ പ്രകടന പത്രികയിൽ കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, ജയിച്ചു, ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, 4 വർഷം കഴിയുന്നു, ഇതുവരെയും അത് നടപ്പാക്കാത്തപ്പോ അതിനെതിരെ പ്രകടന പത്രികയിൽ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒരു വാഗ്ദാനത്തിനെതിരെ സമരം ചെയ്യാനുള്ള അവകാശം അവർക്കില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കൊടുക്കാമെന്ന്. എന്നിട്ട് കൊടുക്കാത്തപ്പോ 4 വർഷമായി, ഗവൺമെന്റ് തീരാനുള്ള സമയമായി, എന്നിട്ടും അത് കൊടുക്കുന്നില്ല. പിന്നെ കർണാടകയിലെ കാര്യം പറഞ്ഞു. കർണാടകയിൽ 8,000 രൂപയാണ് ഓണറേറിയം കൊടുക്കുന്നത്. ഇപ്പൊ 9,500 ഉയർത്തുമെന്ന് കർണാടകയിൽ ഇപ്പോ സമരം ചെയ്തതിന് ശേഷം അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 9,500 മാറ്റുമെന്നുള്ളത്. ഈ വെറുതെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ. പിന്നെ ഇവിടുത്തെ 18 MP-മാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അവർ കേരളത്തിന്റെ പലവിധ പ്രശ്നങ്ങളിലാണ് ഇടപെടുന്നത്, ഈ ആശാ വർക്കർമാരുടെ കാര്യം. പക്ഷേ സർക്കാരിന് ഒരു കൺസേൺ ഈ ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ KV തോമസ് എന്ന് പറയുന്ന ഒരാളിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ? എന്തിനാണ്? ഇപ്പൊ 5 ലക്ഷത്തിൽ നിന്നും 11.5 ലക്ഷമായി അദ്ദേഹത്തിന്റെ അലവൻസ് ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ എന്തിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടല്ലേ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ഈ ഇദ്ദേഹത്തിന്റെയൊക്കെ ശമ്പളവും അലവൻസും ആക്ഷേപം ഉന്നയിച്ചു പോകുന്നത് ശരിയാണോ? ഇപ്പോൾ ഇതിപ്പോൾ നോക്കൂ, ഈ പദ്ധതി തന്നെ കേരളത്തിനോട് മാത്രമുള്ളതല്ല, കേന്ദ്രവും കേരളവും മാത്രമുള്ളതല്ല. അപ്പോൾ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ പോയി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കേണ്ട ആൾ KV തോമസ് ആണോ എന്നൊരു ചോദ്യം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. KV തോമസിനോട് നിങ്ങൾക്ക് വ്യക്തിപരമായി വിദ്വേഷം ഉണ്ടാകും. പക്ഷേ നോക്കൂ ദീപാനിൽ ഒരു മിനിറ്റ്, ഇതിപ്പോൾ KV തോമസ് ചോദിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ KV തോമസിനേക്കാൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ ആ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവരാണ്. പക്ഷെ ചോദിച്ചതിനൊന്നും കേന്ദ്രത്തിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായവും ലഭിച്ചിട്ടില്ല. ആ വിഷയം കേരളത്തിലെ പ്രതിപക്ഷം ഇവിടെ നിന്ന് പോയ 18 MP-മാർ എങ്ങനെ അഭിസംബോധന ചെയ്തു, എങ്ങനെ അഡ്രസ് ചെയ്തു? ആശാ വർക്കർമാരുടെ കാര്യങ്ങള് തീർച്ചയായിട്ടും പാർലമെന്റിന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ ഈ സമരപ്പന്തൽ സന്ദർശിച്ചപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ മീഡിയയോട്, ഞങ്ങൾ ഇത് നിരന്തരം, അദ്ദേഹം തന്നെ ഇത് നിരന്തരം പല പ്രാവശ്യം ഇത് ഉന്നയിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? ഉന്നയിച്ച ആള് തന്നെ അടക്കമുള്ള ആളുകൾ ഇത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം നൽകിയിട്ടില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ നൽകാത്ത കേന്ദ്ര സഹായത്തെ കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അങ്ങനെ ലഭിക്കാത്ത കേന്ദ്ര സഹായത്തെ കുറിച്ച് ഒരു മിനിറ്റ് ചോദ്യം പൂർത്തിയാക്കട്ടെ. അങ്ങനെ ലഭിക്കാത്ത കേന്ദ്ര സഹായത്തെ കുറിച്ച് സമരത്തിൽ മുദ്രാവാക്യമായി ഉന്നയിക്കുന്ന CITU-വിന്റെ നേതൃത്വത്തിലുള്ള സമരം, ആ സമരക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു? ആ സമരക്കാരുടെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾക്ക് അത്ര വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനെതിരെ ഞങ്ങളെ തൊഴിലാളികളെ കേന്ദ്രം അംഗീകരിക്കണമെന്ന് പറയുന്നതാണ് ഉദ്ദേശശുദ്ധിയിൽ സംശയമുള്ള കാര്യം. എന്തുകൊണ്ടാണ് ശ്രീമതി പ്രേം 1 വർഷത്തെ സമരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്? അത് പ്രേമിയോട് ചോദിക്കാം സമരത്തെ കുറിച്ച്. താങ്കൾ സംശയിക്കുന്ന ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം, തൊഴിലാളികളായി അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണോ നിങ്ങൾ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കുന്നത്? ഇനി അങ്ങനെ
അങ്ങനെ തൊഴിലാളികളായി അംഗീകരിച്ചാൽ ഇന്നിപ്പോൾ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം, അവരുടെ പെൻഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും. കേന്ദ്ര ഗവൺമെന്റ് അവരെ സ്ഥിരം തൊഴിലാളികളായി നിയമിക്കട്ടെ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പ്രേമയുടെ നേതൃത്വത്തിലുള്ളവർ സമരം ചെയ്യട്ടെ. പക്ഷെ അവർ സമരം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെതിരെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയ 700 രൂപ ഞങ്ങൾക്ക് വേതനം കിട്ടണം എന്ന് പറഞ്ഞ് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്ത് പോയിരുന്ന് വേറൊരു സംഘടന കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുമ്പോൾ ഈ ഒരു സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ച ശേഷമുള്ള CITUവിന്റെ സമരത്തെ താങ്കൾ സപ്പോർട്ട് ചെയ്യേണ്ട. ഞാൻ വരാം ശ്രീ ഗോപിനാഥ്, ഞാൻ കാണുന്നുണ്ട്. പ്രതിപക്ഷവും സപ്പോർട്ട് ചെയ്യേണ്ട. പക്ഷെ അതിനും മുൻപ് CITU ഉയർത്തിയ സമരത്തെ, മുദ്രാവാക്യത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ജനുവരി മാസം മുതൽ CITU എന്നൊരു സംഘടന ഇവിടെ ഉയർത്തിയ സമരത്തെ നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? താങ്കൾ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ആ സമരത്തെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഒരു ചർച്ച നടന്നത്. ദീപാനിൽ 10 ഇനങ്ങളിൽ മാനദണ്ഡം 5ആയി ചുരുക്കിയത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇപ്പോ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ശൈലജ ടീച്ചറിന്റെ കാലത്ത് 5000 രൂപ ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഈ 4 വർഷം കൊണ്ട് പിണറായി വിജയൻ ഈ വീണ ജോർജ് 1000 രൂപയല്ലേ വർദ്ധിപ്പിച്ചുള്ളൂ. അപ്പൊ അതിനെന്താണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വീണ ജോർജിനും വർദ്ധിപ്പിച്ചു കൊടുക്കാമായിരുന്നല്ലോ, ഈ ഗവൺമെന്റിനും വർദ്ധിപ്പിച്ചു കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഇടതുപക്ഷം ഇവിടെ സ്ഥാപിക്കുന്നത് നിങ്ങൾ പ്രകടന പത്രികയിൽ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകിയത്. ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് ചോദ്യം. പ്രേമ അല്പസമയം തുടരുക. പ്രേമയിലേക്ക് വളരെ വേഗം വരാം. അതിന് മുൻപ് ഇതൊരു പൊളിറ്റിക്കൽ ആരോപണമായതുകൊണ്ട് ഒരു മറുപടി ഞാൻ ശ്രീ ഗോപിനാഥിൽ നിന്ന് എടുക്കട്ടെ. ശ്രീ ഗോപിനാഥ്, ഈ പ്രകടന പത്രികയിലടക്കം ഇപ്പോൾ താങ്കൾ പറഞ്ഞു 21,000 എന്ന അടിസ്ഥാന വേതനം എവിടെ നിന്ന് വന്നു? ഒരു മിനിറ്റ്, ഞാൻ ആ ചോദ്യം എന്ന് പറയട്ടെ. അതിൽ അല്പം ഒരു ഡേറ്റ പറയാനും കൂടിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ഉത്തരം താങ്കൾ തന്നെ പറഞ്ഞിരുന്നു. അതിനെയാണ് ദീപാനിൽ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ വിശദീകരിച്ചത്. ഇനി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു കൊടുക്കാത്തതിനെ കുറിച്ചാണ് ദീപാനിൽ ചോദിക്കുന്നതെങ്കിൽ, ധാർമ്മികതയുള്ള പൊളിറ്റീഷ്യൻ ആണെങ്കിൽ, രാഷ്ട്രീയ നേതാവാണെങ്കിൽ ആ ചോദ്യം ദീപാനിൽ ഉയർത്തേണ്ടത് സ്വന്തം പാർട്ടിയോടാണ്. നോക്കൂ, 2011-12 UDF 500 രൂപയായിരുന്നത് 13-ൽ 600 രൂപയാക്കിയും 14-ൽ 700 രൂപയാക്കിയും 15-ൽ 900 രൂപയാക്കിയും 16-ൽ 1000 രൂപയാക്കിയും മാത്രം ഉയർത്തിയ സർക്കാരാണ് ഈ നിലയിൽ ഇന്ന് 7000 ആക്കിയ സർക്കാരിനോട് ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട് ശ്രീ ഗോപിനാഥ്. അല്ല, ദീപാ അനില് ബഹുമാന്യായ കോൺഗ്രസ് നേതാവ് നടന്നു മുടന്ത് കാണിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കാണിക്കണ്ട. കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയായ വിധത്തിൽ ആശാ വർക്കർമാരെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളൊരു അവകാശമില്ല. ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. എൻ്റെ സമയമാണല്ലോ, എന്നോടല്ലേ ചോദിച്ചത്. മറ്റൊന്ന്, ദീപാ അനിൽ എന്ന് പറയുന്ന ബഹുമാനിയായ വ്യക്തി ഈ ചർച്ചയിൽ വരുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ പങ്കെടുത്തത്. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു ആശാ വർക്കറെ പറഞ്ഞു വിടുന്നില്ല? നിങ്ങൾ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പ്രേമ ആശാ വർക്കറാണല്ലോ. ഇതിനു മുമ്പ് കൈരളിക്കകത്ത് ആശാ വർക്കർ വരെ സമരം ചെയ്യുന്നവരുടെ പ്രതിനിധി വന്നിരുന്നിട്ടുണ്ടല്ലോ. മറ്റ് ചാനലുകളിലെ പോലെ കൈരളിയിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നതിനെ നിങ്ങൾ ചോദ്യം ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആകെ 7000 രൂപ ഓണറിയം കുറവാണെന്ന് പറയുന്ന ദീപാ അനിൽ തന്നെ മനസ്സിലാക്കേണ്ടത്, അതിൽ മാറി കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിനകത്ത് UDF എന്നുള്ളതിലെ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് വെറും കേവലം 700 രൂപ മാത്രമാണ്. ബാക്കി 6300 രൂപ ഓണറിയവും കേരളത്തിനകത്ത് വർദ്ധിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്താണ്. ആക്ടിവിസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് ഇൻസെൻറ്റീവ് മാത്രം പാർലമെൻറ്റിൽ CS സുജാത പാർലമെൻറ്റിൽ അന്നത്തെ 1ാം UPA ഗവൺമെൻറ് കാലത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നത് 2005-ൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ ശക്തമായി ഈ ആശാ വർക്കർമാർക്ക് ഇങ്ങനെ ഒരു പദ്ധതി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്കൊരു വേതനം നിശ്ചയിക്കണ്ടേ എന്ന് ചോദിച്ചു. അന്ന് കേന്ദ്രത്തിലെ തൊഴിൽ മന്ത്രി പറഞ്ഞത്, അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ, വർക്കുകൾ ഒരുപാട് അവർക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് 70ഓളം വർക്കുകൾ പറഞ്ഞു. അതുകൊണ്ട് അന്ന് നിഷേധിച്ചതാണ്. ഇവർക്ക് ഒരു കൂലിക്ക് അർഹതയില്ല, അവരെ തൊഴിലാളികളായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയില്ല, ഇവർ ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട വളണ്ടിയർമാരായി സേവനം ചെയ്തുകൊണ്ട് സേവനത്തിനൊരു ഇൻസെൻറ്റീവ് നൽകുന്ന കാര്യം കേന്ദ്രം പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. പലവട്ടം പാർലമെൻറ്റിൻ്റെ മുമ്പിലും വിവിധ സ്റ്റേറ്റുകളുടെ മുമ്പിലും, ഹരിയാനയിൽ, കേരളത്തിൽ, അതുപോലെ ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ, ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിലടക്കം ശക്തമായ സമരങ്ങൾ ചെയ്തതിന് ശേഷമാണ്
കൺകറന്റ് ലിസ്റ്റിലേക്ക് തന്നെ ആരോഗ്യത്തെ സ്റ്റേറ്റിൻ്റെ ചുമതലയിൽ നിന്ന് കേന്ദ്രം കവർന്നെടുക്കുകയും അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് പതുക്കെ കൺവേർട്ട് ചെയ്ത് മാറ്റാനും ഒക്കെ വേണ്ടി തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ പോലും വളരെ ശക്തമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോടും കേന്ദ്ര ഗവൺമെൻറ്റുകളോടും ശക്തമായി ഫൈറ്റ് ചെയ്തിട്ടാണ് ആശാ വർക്കർമാർക്ക് ഇന്ന് യഥാർത്ഥത്തിൽ തൊഴിലെടുക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇന്ത്യയിൽ തന്നെ ഇടപെടാൻ CIT പോലുള്ള പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ INTUC നാമമാത്രമായി INTUC ആശാ വർക്കർമാരെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരാരെയും കാണുന്നില്ലല്ലോ, ഈ സമരസമയത്ത് ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് അങ്ങനെ യുക്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തരുത്. അത് സത്യസന്ധമായ മാധ്യമ പ്രവർത്തന രീതിയോ അല്ലെങ്കിൽ സത്യസന്ധമായ ചർച്ചയോ മാധ്യമ ചർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അങ്ങനെ ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. അവർക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നല്ല കായ്ഫുള്ള ഫലമല്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണത്തുടർച്ചയുണ്ടാവുന്നു. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കൈവിട്ടു പോകും, കോൺഗ്രസ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ആളുകൾക്ക് സംശയം തോന്നും. അതുകൊണ്ട് ചാടി കയറി എല്ലാ സമരങ്ങൾക്കും പിന്തുണ കൊടുക്കുകയാണ്. അവർക്ക് വേറെ ചിലവൊന്നുമില്ല പിന്തുണ കൊടുക്കുന്നതിന്, വേറെ ഒന്നുമില്ലല്ലോ. പാർലമെൻറ്റിനകത്ത് KC വേണുഗോപാൽ ഉന്നയിച്ചു ഒന്ന് പാർലമെൻറ്റ് രേഖ നിങ്ങൾക്ക് കാണിക്കാമോ? ഇതേവരെ ആശാ വർക്കർമാരുടെ സ്കീം വർക്കർമാരെ ബഡ്ജറ്റ് ചർച്ചയിലടക്കം ഒരു കമാന്നൊരക്ഷരം പറയാത്ത ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ടേമിലും ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. 2 ടേമിലും ഇന്ത്യ അല്ല, ഞാൻ ആധികാരികമായി പറയുന്നു, 2 ടേമിലും ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. നിങ്ങൾ സമർത്ഥിച്ചോ, അതിനൊക്കെ സന്തോഷമുള്ളൂ. പക്ഷേ അത് ശരി, ഞാൻ പറഞ്ഞ അതേപോലെ ഇപ്പൊ പറഞ്ഞല്ലോ കർണാടകത്തിനകത്ത് കോൺഗ്രസ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് അവിടെ ഇപ്പൊ ഡെക്കാൻ ഹെറാൾഡ് പത്രമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൈരളിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ വരുന്നത്. ശരിയല്ല. അവിടെ ഞങ്ങൾ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിനകത്ത് പ്രസിദ്ധീകരിച്ചാണ് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിലെ ഓണറിയം, ഇൻസെൻറ്റീവ്, എസ്ഗ്രേഷ്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത വെബ്സൈറ്റിലാണ് കർണാടകത്തിനകത്ത് 5500 രൂപയേ ഉള്ളൂ ഓണറിയം. മഹാരാഷ്ട്രയിലാണ് ഏതാണ്ട് കേരളത്തെ ഒപ്പിക്കുന്നത്. അതേപോലെ തെലങ്കാനയിലാണ്, ബാക്കി സ്റ്റേറ്റുകളിലില്ല. അവിടെയും 6750 ഉള്ളൂ. 7000 കേരളത്തിലാണ്. ഞാൻ ഗോപിനാഥ് ഞാൻ ഒന്ന് ഇടപെടും. തർക്ക വിഷയമാണല്ലോ. എന്താണ് താങ്കളുടെ കയ്യിലുള്ള രേഖ? കർണാടക 8000 രേഖ ഞാൻ നിങ്ങൾക്ക് തരാം. പറയൂ, എന്താണ് രേഖ എന്ന് പറയൂ. ചിലപ്പോൾ നമുക്കും അറിയില്ലല്ലോ ഈ വിഷയത്തെ കുറിച്ച്. പറയൂ, എന്താണ് രേഖ? പറയൂ, എന്താണ് രേഖ? നിങ്ങളുടെ കയ്യിൽ, ഇവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പോലെ തന്നെ രേഖ കർണാടക ഗവൺമെന്റിന്റെ കയ്യിലുമുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ല നിങ്ങളെ പോലെ വെറുതെ ഈ 5 ലക്ഷം രൂപ പശ്ചിമ ബംഗാളിന്റെ വിരമിക്കൽ ആനുകൂല്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതും CIT സമരം ചെയ്താണോ കിട്ടിയത്? അതും കൂടെ ഒന്ന് വ്യക്തമാക്കാം. പറയൂ, ആ രേഖ സ്വാഭാവികമായും നിങ്ങൾ ദേശാഭിമാനി എടുക്കണ്ട, ഡെക്കാൻ ഹെറാൾഡ് എടുക്കണ്ട, നാഷണൽ ഹെൽത്ത് മിഷൻ അല്ലാതെ മറ്റെന്താണ് രേഖ ഉള്ളത്? നമ്മളിപ്പോൾ പറയുന്നത് NHMന്റെ സൈറ്റുകളിൽ വിശദീകരിച്ചിട്ടുള്ള, പ്രഖ്യാപിച്ചിട്ടുള്ള, പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകളെ കുറിച്ചാണ്. ആ കണക്കുകൾ പ്രകാരം താങ്കൾ പറയുന്ന തരത്തിലുള്ള തുക കർണാടകയിലില്ല. ഇന്ന് കേരളത്തിലെ ആശാ വർക്കർമാർ 7000 രൂപ വാങ്ങിക്കുന്ന സ്ഥാനത്ത് കർണാടകയിലെ ആശാ വർക്കർമാർ 8000 രൂപയാണ് ഓണറേറിയം വാങ്ങിക്കുന്നത്. അത് നിങ്ങൾ ഇപ്പൊ എന്നോട് നിങ്ങൾ മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ നിങ്ങൾ ഒരു ഏകപക്ഷീയമായിട്ട് തർക്കിക്കാതെ അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും. ഞാൻ അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. എനിക്കിപ്പോൾ എന്റെ മുന്നിലുള്ള ആധികാരികമായ രേഖ എന്താണ്? NHMന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകളാണല്ലേ. ആ NHMന്റെ വെബ്സൈറ്റിലുള്ള കണക്കുകൾ പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനപ്പുറത്ത് മറ്റൊരു ഡേറ്റ ഉണ്ടെങ്കിൽ താങ്കൾക്ക് നൽകാം. ദീപാനില് ഞങ്ങൾ ഈ പണി അവസാനിപ്പിക്കാം. ഇത് ഞങ്ങൾ പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒഫീഷ്യൽ സൈറ്റിലെയാണ്, അല്ലാതെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയല്ല, കൈരളിയിൽ വരുന്നതല്ല. ഡെക്കാൻ ഹെറാൾഡിലെയും നിങ്ങൾ പൊക്കിപ്പിടിക്കണ്ട. അല്ല, ഒരു കൈരളിയെ മാത്രം ഞങ്ങൾ, ദേശാഭിമാനിയും കൈരളിയെ മാത്രം ഞങ്ങൾ പൊക്കിപ്പിടിച്ചാലോ? മതിയോ? അല്ല, ദേശാഭിമാനം കൈരളിയും പറഞ്ഞത് കേൾക്കേണ്ട ദീപാനിൽ. ഞങ്ങൾ പറഞ്ഞത് NHMന്റെ നാഷണൽ വെബ്സൈറ്റിലുള്ള കണക്കുകൾ താങ്കൾക്ക് നിമിഷ നേരം മതിയല്ലോ. താങ്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകില്ലേ? ആ NHMന്റെ സൈറ്റിൽ ഒന്ന് കയറൂ. എന്നിട്ട് ഓരോ സംസ്ഥാനങ്ങളും കൊടുക്കുന്ന കണക്ക് എത്രയാണെന്നുള്ളത് താങ്കൾ ഒന്ന് ഈ ചർച്ചയിൽ തന്നെ, താങ്കൾക്ക് സമയം തരാം, അതിനുള്ളിൽ താങ്കൾ അത് കാണിച്ചാൽ മതി. ഞാൻ മടങ്ങി വരാം. ശ്രീമതി PP പ്രേമ, നിങ്ങൾ ഉയർത്തുന്ന സമര മുദ്രാവാക്യങ്ങളിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒരു നിലയിലും വിശ്വാസ്യതയില്ലാത്തതാണ് എന്ന് കരുതുകയാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലവിൽ SUCIയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചതിന് ശേഷമാണോ CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉയർത്തിയുള്ള സമരം, അതിനെക്കുറിച്ചുള്ള മുദ്രാവാക്യം ഏറ്റവും ആദ്യം ഉയർത്തുന്നത്?
അതിനു മുൻപ് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് മുൻപ് ദീപ അനിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്കണവാടിക്കാർക്ക്, സ്കൂൾ പാചക തൊഴിലാളികൾക്കൊക്കെ വാരിക്കോരി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു എന്നുള്ളത് ദീപ അനിൽ അതിനിടയ്ക്ക് ഒന്ന് സൂചിപ്പിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ദീപ അനിൽ പറഞ്ഞതിന് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടി ഒന്ന്, ഇവിടെ ആശാ വർക്കർമാർക്ക് അല്ല, ദീപാനിൽ ഉത്തരം മുട്ടുമ്പം അസഹിഷ്ണുത പാടില്ല. ഉത്തരം മുട്ടുമ്പോൾ അസഹിഷ്ണുത പാടില്ല. താങ്കളുടെ അവസരത്തിൽ അതിനെ വിശദീകരിക്കൂ. താങ്കളുടെ അവസരത്തിൽ താങ്കൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ വിശദീകരിച്ചു. ഇപ്പോൾ പ്രേമ പറയട്ടെ. ഒരുപാട് സമയമായി ശ്രീമതി പ്രേമ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞ വിഷയങ്ങളിൽ അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അവർ മിണ്ടാതിരുന്നതല്ലേ? ശരി ശരി. അപ്പോൾ താങ്കൾ ശരി, ഞാൻ വരാം. പ്രേമ പറയൂ 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 പ്രേമ. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തിയത് ഒക്ടോബർ 16-ന് ഞങ്ങൾ സമരം നടത്തിയത് ശൈലി ആപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് കേരളത്തിലെ ആശമാരെ പ്രയാസപ്പെടുത്തുന്നതല്ലായിരുന്നോ? എന്തുകൊണ്ട് ദീപ അനിലിൻ്റെ പാർട്ടി അതിനെ അനുകൂലിച്ചില്ല? രണ്ടാമത്തെ സമരം ജനുവരി 20-ന്. ആ ജനുവരി 20-ന് നടത്തിയ സമരം സർക്കുലർ ഏകീകരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഇന്ന് അധിക ജോലി എടുപ്പിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള വിഷയമായിരുന്നു. ഇത് കേരളത്തിലെ ആശമാർക്ക് ആവശ്യമല്ലായിരുന്നോ? എന്തുകൊണ്ട് ദീപ അനിലിൻ്റെ പാർട്ടി അതിനോട്, അല്ലെങ്കിൽ ദീപ അനിൽ അതിനോട് സഹകരിച്ചില്ല? മൂന്നാമത് ഫെബ്രുവരി 6-ന് DHSന് മുന്നിൽ സമരം നടത്തി. ആ DHSന് മുന്നിൽ നടത്തിയ സമരം ഏറ്റവും ആശമാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ വന്ന സമയത്താണ്. കാരണം ശൈലി ആപ്പിൽ ഉൾപ്പെടുത്തിയ സർവേ തന്നെ ഒരു പുരുഷ വളണ്ടിയറേയും കൂട്ടി ആശാ വർക്കർ വീടാന്തരം കയറി സർവേ നടത്തുകയും ആ പുരുഷ വളണ്ടിയർ പുരുഷന്മാരെ പരിശോധിക്കുക, സ്ത്രീ വളണ്ടിയർ സ്ത്രീകളെ പരിശോധിക്കുക, എന്നിട്ട് ആ ഫോർമാറ്റിൽ രേഖപ്പെടുത്തുക, വീട്ടിൽ മാർക്ക് ചെയ്യുക. ഇങ്ങനെയൊരു നിർദ്ദേശം വന്നതിനെ ചൊല്ലിയായിരുന്നു ആ സമരം നടത്തിയിരുന്നത്. ഇത് കേരളത്തിലെ ആശമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലായിരുന്നോ? എന്തുകൊണ്ട് അത്തരം ഒരു സമരം നടത്തുമ്പോൾ ദീപ അനിൽ സഹകരിച്ചില്ല? ഇപ്പം ദീപ അനിൽ പറയുന്നത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാ വിഭാഗത്തെയും സഹായിക്കുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് ഏറ്റവും പ്രയാസപ്പെടുന്ന ആശമാർക്ക് 21,000 രൂപ കിട്ടാൻ വേണ്ടി ഞങ്ങൾ സഹകരിക്കുന്നത് എന്നാണ്. ഇതൊന്നും ആശമാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ലായിരുന്നോ? ജനുവരി 20-ന് ഞങ്ങൾ വെച്ച സമരത്തിൽ ഈ മുദ്രാവാക്യവും ഉണ്ടായിരുന്നു, പ്രായപരിധിയുടെ കാര്യവും അതുപോലെ തന്നെ ഹോണറേറിയത്തിൻ്റെ കാര്യവും. അതിൽ അന്ന് ജനുവരി 27-ന് ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ ദീപ അനിൽ ഇപ്പം പറയുന്ന സമരം നടത്തുന്ന SUCIയുടെ നേതൃത്വവും ഉണ്ടായിരുന്നു. എല്ലാ നേതൃത്വങ്ങളെയും വിളിച്ചാണ് ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ഞങ്ങൾ സർക്കുലർ ഏകീകരിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തു. ഹോണറേറിയത്തിൻ്റെ കാര്യം സംസാരിച്ച സമയത്ത് ഇന്ന് എന്തുകൊണ്ട് കേരളത്തിന് ഹോണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല? കേരളത്തിൻ്റെ ഒരവസ്ഥ ഇന്ന് എന്താണ് എന്നുള്ളത് അറിയാതെയാണോ ദീപ അനിൽ സംസാരിക്കുന്നത്? 2023-24 വർഷം 636 കോടി രൂപ തരാനുള്ളത് കേന്ദ്രം ഒരു നയാ പൈസ തന്നില്ല. NHM ഫണ്ട്. ആ ഒരു വർഷക്കാലം ഏകദേശം 10 കോടിയോളം രൂപ ഒരു മാസം ആശമാർക്ക് ഇൻസെൻറ്റീവ് നൽകാൻ വേണ്ടി മാത്രം വേണം. അങ്ങനെ നോക്കുന്ന സമയത്ത് 120 കോടി രൂപ ഒരു വർഷത്തേക്ക് ഇൻസെൻറ്റീവ് നൽകാൻ മാത്രം വേണം. അതിൽ 60% കേന്ദ്രം തരേണ്ടത്. ആ 60% എന്ന് പറയുന്നത് ഏകദേശം 72 കോടിയോളം വരും. ഈ 72 കോടി രൂപ ഒരു വർഷം കിട്ടാതിരുന്ന സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മറ്റ് പദ്ധതികൾക്ക് വെച്ചത് ഈ വിഭാഗത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി 2-3 മാസം കൂടുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നു തീർത്തതാണ്. കേന്ദ്രത്തിൽ നിന്ന് ഒരു നയാ പൈസ ഈ 72 കോടിയിൽ വരാതിരുന്നിട്ടും ഈ 72 കോടി രൂപ മുഴുവനായും നൽകിയത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. വേറെ ഏത് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും? മറ്റ് സ്റ്റേറ്റുകളിൽ നിങ്ങളുടെ കർണാടക അടക്കം നിങ്ങൾ പരിശോധിക്കും. ഇൻസെൻറ്റീവ് കേന്ദ്ര ഗവൺമെൻറ് നൽകാതിരിക്കുന്ന സമയത്ത് ഒരു നയാ പൈസ കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പരിശോധിച്ചിട്ട് സംസാരിക്കണം.
മറ്റൊന്ന്, നിങ്ങൾ പറയുന്നു ഈ ഗവൺമെൻറ് ഫണ്ട് ഹോണറേറിയം കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു, കൂട്ടിയില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് നൽകാനുള്ള ഫണ്ട് നൽകുമായിരുന്നു. എന്നാൽ ഇപ്പം കുറഞ്ഞ കാലം കൊണ്ടുണ്ടായ ഒരു അവസ്ഥ എന്താ? ഈ ഇടതുപക്ഷ ഗവൺമെൻറ്, രണ്ടാം പിണറായി ഗവൺമെൻറ് വന്ന സമയത്ത് എന്താണ് കേന്ദ്രം കേരളത്തോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നത്? ആ അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് ആവശ്യമാണ്. ഈ ഫണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് കിട്ടാനുള്ള നികുതി വിഹിതമായാലും അതുപോലെ തന്നെ കടം വാങ്ങുന്നതിൻ്റെ പരിമിതി കുറച്ചതായാലും ഒക്കെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ ആശാ വർക്കർമാർക്കും കൂടി ഹോണറേറിയം വർദ്ധിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്രത്തിലേക്ക് കേരളത്തിന് നൽകാനുള്ള വിഹിതം വെട്ടിച്ചുരുക്കിയതിനെതിരെയും അല്ലെങ്കിൽ ബാക്കി വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സമരം നയിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ദീപ അനിൽ ഇതിൽ നിന്നും അടിച്ചു നിൽക്കുന്നു, ഞങ്ങളുടെ കൂടെ കൂടാത്തത് എന്തുകൊണ്ട്? മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞ 1 കോടിയോളം പേർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 99% സ്ത്രീകൾ തന്നെയാണ്. ഇവർ നിലവിൽ വന്നത് UDFന്റെ കാലത്താണ്, മറന്നു പോകരുത്. ആശാ വർക്കർമാരെ എല്ലാ സ്റ്റേറ്റിലും തെരഞ്ഞെടുത്തത് 2005-ലാണ്. ആ 2005-ൽ ഇവിടെ ഭരിക്കുന്നത് UDF ഗവൺമെൻറ്റാണ്. ആ UDF ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഇവിടേക്ക് ആരോഗ്യ മേഖല അതിശക്തമായി മുന്നോട്ട് പോകുന്നതാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ആശാ വർക്കർമാരെ ഇവിടെ ആവശ്യമില്ല, മാറ്റി വെക്കണം. ആ സർക്കുലർ എന്നും പറഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു. എന്നാൽ പിന്നീട് വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ്, PK ശ്രീമതി ടീച്ചറാണ് ഈ ആശാ വർക്കർമാരെ തിരഞ്ഞെടുക്കാനുള്ള സർക്കുലർ പൊടി തട്ടിയെടുത്ത് നടപ്പാക്കിയത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, അതിന് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ചാൽ, നേരത്തെ ഗോപിനാഥ് സഖാവ് സൂചിപ്പിച്ചു, ആശാ വർക്കർമാർക്ക് നല്ല കേരളത്തിൽ ഏതൊരു തൊഴിലാളി വിഭാഗത്തെ എടുത്ത് നിങ്ങൾ പരിശോധിച്ചോ, തൊഴിലാളികളായി ഇവർ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി. ഇപ്പം തൊഴിലാളികളായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആശാപ്രവർത്തകരും തൊഴിലാണല്ലോ ചെയ്യുന്നത്. ആ തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങി ആദ്യ വർഷം തന്നെ ഉത്സവ ഭത്ത കിട്ടുന്ന ഏക തൊഴിലാളി വിഭാഗം എന്ന് പറയുന്നത് ആശമാരാ. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്? കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട്. പിന്നീട് രണ്ടാമത്തെ വർഷം നമ്മൾക്ക് അപ്പോഴേക്ക് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയാൻ വേണ്ടി പോവുക, എന്നിട്ടും 300 രൂപ വീതം ഹോണറേറിയം നീക്കി വെച്ച് ഓർഡറാക്കിയാണ് ആ ഗവൺമെൻറ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. പിന്നീട് വന്ന നിങ്ങളുടെ സർക്കാർ ചെയ്തതെന്താ ഈ ആശമാരോട്? ഈ ആശമാരോട് തികച്ചും ക്രൂരതയല്ലേ നിങ്ങളുടെ സർക്കാർ ചെയ്തിട്ടുള്ളത്, ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിട്ടുള്ളത്? ആശാ വർക്കർമാർക്ക് 300 രൂപ നീക്കി വെച്ചതും ആശമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവും 14 മാസക്കാലം നിങ്ങൾ നൽകാതിരുന്നില്ലേ? ഒരു നയാ പൈസ നൽകാതെ 14 മാസക്കാലം. ഇപ്പം വേതനം 13,000-ഉം 15,000-ഉം വാങ്ങുന്ന ആശമാരെ കൂട്ടിക്കൊണ്ടുവന്ന് വേതനം കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമരം നയിക്കുന്നല്ലോ. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 14 മാസക്കാലമാണ് നയാ പൈസ തരാതെ നിങ്ങൾ ഈ ആശമാരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത്. അന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തിയാണ് ഞങ്ങൾ ആ വേതനം 10 ദിവസം അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തിയാണ് ഞങ്ങൾക്ക് ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ അതൊരു ചോദ്യമാണല്ലോ 14 മാസം പെൻഡിങ്. ദീപാനിൽ പറയൂ. പറയാം 2005-ല് ഇത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ സമയത്താണ് ഇന്ത്യയിലുടനീളം ആശാ വർക്കർമാരെ നിയമിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഒരു സന്നദ്ധ സേവകരായിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവർക്ക് ഒരു ചെറിയ ഇൻസെന്റീവ് ബേസിസിലാണ് ഇവർക്ക് ആദ്യം വന്നിരുന്നത്, ഇൻസെന്റീവ് ബേസിസില്. അതിനുശേഷമാണ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ആണ് ഈ ഒരു 300 രൂപ എന്നുള്ളത് നടപ്പാക്കി. 300 രൂപ എന്നുള്ളത് ആദ്യം തന്നെ നടപ്പാക്കി കൊണ്ടുവന്നതായിരുന്നു. അതിനുശേഷം ശ്രീ തോമസ് ഐസക് 300-ൽ നിന്നും 301 രൂപ പോലും ആക്കിയില്ല. ഈ ഓണറേറിയം വർധന നടപ്പാക്കി തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അന്ന് വരെ വെറും ഈ ഒരു 300 രൂപയും ഇൻസെന്റീവും എന്നുള്ള രീതിയിലായിരുന്നു നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ വർധനവ് തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു. 300-ൽ നിന്ന് 500 ആക്കി, അവിടെ നിന്ന് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്.
ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾ വന്നിട്ട് 5000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അതിനുശേഷം ഈ ഗവൺമെന്റ് നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശ്രീമതി ദീപാനിൽ? വർദ്ധിപ്പിച്ച കണക്കൊക്കെ നമ്മുടെ പൊതുമധ്യത്തിലുള്ളതാണ്. അതാ എന്റെ കയ്യിലുണ്ട് ഓരോ വർഷവും വർദ്ധിപ്പിച്ച കണക്ക്. അതല്ല, വർദ്ധിപ്പിച്ചത് കൊടുത്തിരുന്നതാണ് ചോദ്യം. അത് കിട്ടാത്തവരാണ് ചോദിക്കുന്നത്. അതിന് മറുപടി പറയൂ. ആദ്യം നിങ്ങൾ കുറച്ച് ടോളറൻസ് കാണിക്കും. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയല്ലേ? നിങ്ങൾ ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങനെ ശ്രീമതി ദീപാനിൽ വർദ്ധിപ്പിച്ചതിന്റെ കണക്ക് പൊതുമധ്യത്തിലുള്ളതാണ്. വർദ്ധിപ്പിച്ചത് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രേമ പറഞ്ഞത്. 14 മാസം, ഒരു വർഷത്തിലധികം. ഞാനൊരു വാചകം പറയുമ്പോൾ അതിന് ഇടയ്ക്ക് കയറി നിങ്ങളുടെ അജണ്ട നടപ്പാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു രീതിയിൽ നടപ്പാക്കിക്കൊണ്ട് വരുമ്പോ ആദ്യം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊന്നും തന്നെ ഈ ആശാ വർക്കർമാർ മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ജോലിക്കാർക്കുള്ള നിബന്ധനയാണ് അവർ ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റൊരു ജോലിയിൽ ഏർപ്പെടരുത് എന്നുള്ളത്. അതിനുശേഷമാണ് ഈ ഒരു നിബന്ധന കൊണ്ടുവന്നത്. കൃത്യമായിട്ട് ആശാ വർക്കർമാർ അവരുടെ ജോലി ചെയ്യണം, അല്ലാതെ മറ്റൊരു തൊഴിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഈ 5000 രൂപയും 1000 രൂപയും കൂട്ടി 6000 രൂപ കൊണ്ട് ആശാ വർക്കർമാർക്ക് ജീവിക്കാൻ കഴിയും. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഈ ഒരു വാദം ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം പ്രേമ ചോദിച്ച ഡയറക്റ്റ് ചോദ്യം, 14 മാസം കുടിശ്ശിക ലഭിക്കാതിരുന്നപ്പോൾ മിണ്ടിയോ താങ്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ? ഇല്ല എന്നുള്ളതാണല്ലോ താങ്കൾ ആ വിഷയത്തിൽ നിന്നും ഒളിച്ചോടുമ്പോൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ആശാ വർക്കർമാർ എന്നുള്ളത് നിർബന്ധിത സേവനമാക്കി എന്നുള്ള വാദമുണ്ടല്ലോ, ആക്ഷേപമുണ്ടല്ലോ. ദീപാനിൽ ഈ സാക്ഷരതാ പ്രേരകമാരുമായി, അംഗൻവാടി ഹെൽപ്പർമാരായി, ഈ സെയിൽസ് ഗേൾസ് ഒക്കെ ആയി ജോലി ചെയ്തിരുന്നവരാണ് ആദ്യഘട്ടത്തിൽ ഈ നിലയിൽ ആശാ വർക്കർമാർ എന്നുള്ളൊരു അധിക സേവനം കൂടി ചെയ്തിരുന്നത് അല്ലേ? പിന്നീട് അവർ ആകട്ടെ ആ നിലയിൽ ആശാ വർക്കർമാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അത് പൂർണ്ണമായും ചെയ്യാതെ വരുമ്പോഴാണ് ആ കാര്യത്തിലേക്ക് ആശാ വർക്കർമാർ അവരുടെ പ്രവർത്തനം നടത്തും എന്നതിലേക്ക് വരുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അംഗൻവാടി ഹെൽപ്പറായി ശമ്പളം വാങ്ങുന്ന ഒരാൾ ആശാ വർക്കറിന്റെ അധിക ശമ്പളവും വാങ്ങണോ? സാക്ഷരതാ പ്രേരകമായി ജോലി ചെയ്ത് സേവനം വാങ്ങുന്ന ഒരാൾ ആശാ വർക്കറിന്റെ അധിക സേവനവും വാങ്ങണോ? അതോ ഇത് കിട്ടാത്ത ഒരു സാധാരണക്കാരായ ഒരു സ്ത്രീക്ക് ഇത് കൂടി കൊടുക്കണോ? ഏതാണ് വേണ്ടത്? പറയൂ. ഇരട്ട വരുമാനം അംഗീകരിക്കുമോ? ഇരട്ട വരുമാനം അംഗീകരിക്കുമോ നിങ്ങൾ? 3 മണിക്കൂർ ജോലി എന്ന് പറയുന്ന രീതിയിലാണ് ഇവർ ആദ്യം ഹയർ ചെയ്തത്. 2 മണിക്കൂർ 3 മണിക്കൂർ ജോലി. ഇന്ന് അവര് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരെയുള്ള ജോലി ചെയ്യുകയാണ്. അവർക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയില്ല. ശ്രീ ഗോപിനാഥ്, ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഇരട്ട വരുമാനം ആയാലും ആർക്കും പ്രശ്നമില്ല. എന്നാൽ മറ്റൊരിടത്ത് ഇതേ ഇരട്ട വരുമാനം സംസ്ഥാന സർക്കാരിന് കൊടുത്തു നോക്കൂ. എന്താകും നിലപാടെന്നുള്ളത് അറിയാം. ആശാ വർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും കൊടുക്കാൻ അവരെ പീസ് റേറ്റ് എന്നോടല്ലേ പീസ് റേറ്റ് വർക്കുകൾ ആശാ വർക്കർമാർക്ക് പീസ് റേറ്റ് വർക്കുകൾ നടത്തുമ്പോൾ പീസ് റേറ്റിനൊരു കൂലി എന്നുള്ള അടിസ്ഥാനത്തിൽ കിട്ടുന്നതല്ലാതെ അവർക്കൊരു സ്ഥിരം സ്വഭാവം എന്നുള്ള നിലയിൽ ജോലിയിൽ ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല, അവർ മറ്റു വർക്കുകൾ പോയി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞത്. അവിടെയാണ് ആർദ്രം മിഷൻ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി NHMൻ്റെ ഭാഗമായി ആർദ്രം മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വേരിയബിൾ ഇൻസെൻറ്റീവ് ഫിക്സഡ് ഇൻസെൻറ്റീവായി കൊടുത്തപ്പോൾ ഇവർക്ക് സ്ഥിരമായിട്ട് ഇവിടെ ജോലിയായി. അതാണ് നടന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം ഈ ആക്ടിവിസ്റ്റുകൾ ചെയ്യണോ അതെല്ലാം ചെയ്യുന്നതിന് പുറമെ കേരളത്തിൽ പിന്നെ പതുക്കെ ശൈലി ആപ്പ് എന്നുള്ള നിലയിൽ തുടങ്ങി. അതേപോലെ വേറെ പല കാര്യങ്ങൾ കൊടുത്തു, അതിന് ഇൻസെൻറ്റീവ് കൊടുക്കാൻ തുടങ്ങി. അതിന് പിന്നെ കിട്ടുന്ന നിസ്സാര ഓണറിയം തന്നെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാവണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊരു മുദ്രാവാക്യമായി മാറി. ആ നിബന്ധനകൾ മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങളുമായിട്ട് ചർച്ചയിൽ 5 നിബന്ധനകളിലേക്ക് ചുരുക്കാമെന്നായി. പിന്നീട് അത് ഇപ്പോൾ പറയുന്ന കേട്ടു മുഴുവനും ഞങ്ങൾ മാറ്റുന്നു. അത് നമുക്കറിയില്ല, ഏതായാലും മാറ്റുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം വന്നത് നിരന്തരമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്ഥിര സ്വഭാവമുള്ള ഒരു തൊഴിലായി ആരോഗ്യ മേഖലയിൽ ആശാ വർക്കർമാരെ പരിഗണിച്ചപ്പോഴാണ് ഫിക്സഡ് ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ട് അങ്ങനെ ആയത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് ജോലി വേണമെങ്കിലും ചെയ്തോ, കൂട്ടത്തിൽ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് തരും. അത് നക്കാപ്പച്ച ഇൻസെൻറ്റീവ്. ആകെ ഈ 7700 രൂപയല്ലേ മാറി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഈ പറയുന്നത്. VS ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞു പറ്റിച്ചതല്ലേ. അതിനുശേഷം വന്ന 2 കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവരുടെ ശമ്പളങ്ങളിലും വരുന്നുണ്ടല്ലോ. അതിനനുസരിച്ചിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നിങ്ങൾ കൂട്ടിയത് 1000 രൂപയാണ്. 1000 രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഉമ്മൻചാണ്ടി 1000 കൊടുത്തോളൂ എന്ന് പറയുമ്പോ ഇവിടെ ഈ 4 വർഷം കൊണ്ട്, അതിനുശേഷം ഈ 4 വർഷം കൊണ്ട് ജീവിത ചെലവ് എത്ര കൂടി? ഇപ്പൊ തന്നെ ഭൂനികുതി 50% കൂടി, കറണ്ട് ചാർജ് വർദ്ധിച്ചു, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. ഇതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവരുടെ ശമ്പളം വർദ്ധിക്കണ്ടേ? ഈ 4 വർഷം കൊണ്ട് 1000 രൂപയാണ് കൂടിയിട്ടുള്ളത്.
60-40 എന്ന അനുപാതത്തിൽ കേന്ദ്രം അല്ല, തരേണ്ടതിൽ ഇതിപ്പോ നമ്മൾ 15 വർഷമായി ഒരു ചെയ്യേണ്ടത് ആ വർധനവുമില്ല സമരക്കാരെ ദീപാനിൽ. അവിടെ അങ്ങനെയാണെങ്കിൽ 700 രൂപ മിനിമം ശമ്പളം കൊടുക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത്? ഏറ്റവും അടിസ്ഥാനമായിട്ട് ഏറ്റവും അടിയന്തരമായിട്ട് നടപ്പാക്കുന്ന ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ 21,000 രൂപയാക്കാന്ന് പറഞ്ഞിട്ടില്ല. ആശാ വർക്കർമാരടക്കമുള്ള സ്കീം വർക്കർമാരെ സംരക്ഷിക്കുമെന്നുള്ളതല്ലാതെ പ്രകടന പത്രികയിൽ 21,000 രൂപയാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ മിനിമം വേജസ് 21,000 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആശാ വർക്കർമാരുടെ കേസിൽ മാത്രമല്ല, അത് പൊതുവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഗവൺമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളല്ലാത്ത വിഭാഗത്തെ എങ്ങനെയാണ് മിനിമം വേജസിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് തന്നെയാണത്. അല്ലല്ല, ദീപാനില് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക പഠിച്ചിട്ടുണ്ടോ? ഒന്നെടുത്ത് കാണിക്കാമോ? മിനിമം വേജസ് സാധാരണഗതിയിൽ തൊഴിലാളിക്ക് 21,000 ആക്കുമെന്നുള്ളത് പ്രഖ്യാപിതമായി ഇടതുപക്ഷം മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചതാണ്. അത് ആശാ വർക്കർമാർക്കും സ്കൂൾ പാചക തൊഴിലാളിക്കും കൊടുക്കാമെന്നുള്ള അടിസ്ഥാനത്തിലല്ല. ദീപാനിൽ അതൊരു കോമൺ ലോജിക്കല്ലേ ശ്രീമതി ദീപാനിൽ? ഇവർ അടിസ്ഥാനപരമായി ഇവർ തൊഴിലാളികൾ എന്ന നിർവചനത്തിൽ ഇല്ല. അങ്ങനെ തൊഴിലാളികൾ അല്ലാത്തവരെങ്ങനെയാണ് മിനിമം വേജസിന്റെ പരിധിയിൽ കൊണ്ടുവരിക? പ്രേമ പറയൂ, വളരെ വേഗം, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ശ്രീമതി പ്രേമ, ചുരുങ്ങിയ വാക്കുകളിൽ. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അഖിലേന്ത്യാ തലത്തിൽ ഒരു തീരുമാനമെടുത്തത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമരം കേന്ദ്ര ഗവൺമെന്റിന് മുന്നിലേക്ക് നടത്തണം. അതിനിടയ്ക്ക് MP-മാർക്ക് നിവേദനം നൽകണം. കഴിഞ്ഞ 2 ടേമിലും 5 വർഷക്കാലം ഞങ്ങൾ 2 ടേമിലായിട്ട് MP-മാർക്ക് നിവേദനം നൽകി. ഒരക്ഷരം ഒരു MP-യും ഞങ്ങൾ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിൽ ഇടപെട്ടതായിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 16-ാം തീയതി ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇൻഷുറൻസ് തിരിച്ചു പിടിച്ചത് അത് വീണ്ടും നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ പോരാട്ടം നടത്തി. ദീപാനിൽ ഈ പത്രം വായിക്കലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ കാണലുണ്ടോയെന്ന് അറിയില്ല. പത്രത്തിലും ചാനലുകളിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവർ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ ഈ പ്രചരണം നടത്തുന്ന പത്രദൃശ്യ മാധ്യമങ്ങൾ ഒരു പക്ഷേ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ടാവില്ല. പിന്നീട് ഇപ്പം ഞങ്ങൾ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ആരംഭിച്ച സമരമാണ്. തുടർച്ചയായിട്ട് സമരം നടത്താനാണ് തീരുമാനിച്ചത്. ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം സ്കീം വർക്കർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ അംഗൻവാടിക്കാരുണ്ട്. അംഗൻവാടിക്കാർക്ക് 4,500 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് വർക്കർമാർക്ക് നൽകുന്നത്. അതിൻ്റെ 60% മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത്, 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതുകൂടാതെ 8,500 രൂപ ആ വർക്കർമാർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോണററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അംഗൻവാടി ഹെൽപ്പർമാർക്ക് 2,250 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത്. അതിൽ 60% കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നുള്ളൂ, 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നൽകുന്നത്. ആ ഹെൽപ്പർമാർക്ക് 6,750 രൂപയാണ് ഹോണറേറിയമായിട്ട് പിന്നെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നൽകുന്നത്. സ്കൂൾ പാചക തൊഴിലാളികളുടെ കാര്യമെടുത്താൽ ഒരു വർഷത്തേക്ക് 600 രൂപയാണ് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത്. അത് ശരിക്കും കേൾക്കണം, ഒരു വർഷത്തേക്ക് 600 രൂപ. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ട് ഒരു ദിവസത്തേക്ക് 600 രൂപ കൊടുത്തുകൊണ്ടാണ് ആ വിഭാഗം തൊഴിലാളികളെ പ്രവർത്തിപ്പിക്കുന്നത്. ഇങ്ങനെ കേരളത്തിലെ പിന്നെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പിന്നെ ജീവിതം ദുസ്സഹമായി പോകുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉള്ളിൽ നിന്ന് പരമാവധി സഹായിക്കാൻ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലാതെ UDFൻ്റെ കാലത്ത് തയ്യാറായിട്ടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ UDF ഭരിച്ചപ്പോഴാണ് ഈ പ്രൊജക്റ്റ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് 45-ാം ലേബർ കോൺഫറൻസ് ശുപാർശ ഈ സ്കീം വർക്കേഴ്സിനെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് ദീപാനിലിൻ്റെ പാർട്ടി അത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല? എന്തുകൊണ്ട് അതിനെതിരെ ഒരു പ്രക്ഷോഭം നിങ്ങൾ കേന്ദ്രത്തിന് മുൻപിലേക്ക് സംഘടിപ്പിച്ചില്ല? ഇന്ന് കേരളത്തിന് മുൻപിലേക്ക് കേരളം ഇത്രയൊക്കെ വാരിക്കോരി കൊടുത്തിട്ടും നിങ്ങൾ ഈ വിഭാഗം തൊഴിലാളികളിൽ ഒരു ചെറിയ വിഭാഗത്തിനെ നിങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കാൻ പറ്റി. അതിലും വലിയ രഹസ്യം, ഇവരിൽ കുറച്ച് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയക്കുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിലെ ആശാ വർക്കർമാരുടെ ഇടയിലേക്ക്. എൻ്റെ പഞ്ചായത്തിൽ ഒരു താമരശ്ശേരിയിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥ വന്നു ആശമാരെ സമീപിക്കാൻ. ചില ആശമാരെ ഫോൺ വഴി വിളിക്കുകയാണ്, ഇത് നിങ്ങളും കൂടി വന്നാലേ ഈ സമരം ശക്തമാവുള്ളൂ,
ഇത് 21,000 തന്നെ നമ്മൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള സമരത്തിൽ പങ്കാളികളാകണം. ഇങ്ങനെ ഓരോരുത്തരെ പോയി കണ്ട് കാല് പിടിച്ച് അവിടെ കൊണ്ട് ചിരുത്തണ്ട എന്ത് ഗതികേടാണെന്നുള്ളത്. ശരിയാണ്. പ്രമാദാന ചോദ്യം ശ്രീമതി ദീപാനിൽ. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസ്താവന കാണുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ആശാ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട്. നോക്കൂ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ എത്ര ദിവസമാണ് ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടി വന്നതെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിലൊരു സമരം ഉണ്ടായ പശ്ചാത്തലത്തിൽ മാത്രമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനായത്. അങ്ങനെയെങ്കിൽ സമരം ചെയ്യാതെ എന്തുകൊണ്ട് കർണാടകയിൽ വേതനം വർദ്ധിപ്പിക്കാനായില്ല കോൺഗ്രസിന്? സമരം ചെയ്തപ്പോ വർദ്ധിപ്പിച്ചല്ലോ. ഞങ്ങളുടെ പ്രകടന പത്രികയിലൊന്നും അതില്ലായിരുന്നു. എന്നിട്ട് സമരം ചെയ്തപ്പോ വർദ്ധിപ്പിച്ചല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ ആശാ വർക്കർമാരെ ഫോൺ വിളിക്കുന്നു സമരത്തിന് വരൂ എന്ന് പറയുമ്പോ അവർ ആശാ വർക്കർമാരെയല്ലേ വിളിക്കണുള്ളൂ. ഈ ഇടതുപക്ഷത്തിനെ പോലെ പരിപാടികൾക്കും സമരങ്ങൾക്കും തൊഴിലുറപ്പുകാരെയും കുടുംബശ്രീക്കാരെയും ഒന്നും വിളിച്ച് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും വിളിച്ചോണ്ട് പോകുന്നില്ലല്ലോ. അതിന് അവരോട് നന്ദി പറയൂ കേട്ടോ. പിന്നെ ഈ ശ്രീമതി പ്രേമയെ പോലെയുള്ള വർഗത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഘടകവിരുദ്ധമായ രീതിയിൽ നിൽക്കുന്നവരാണ് ഇന്ന് ആശാ വർക്കർമാർ 20 ദിവസം അവിടെ കിടക്കുന്നതിന് കാരണം. പൊതുസമൂഹത്തിന് മുന്നിൽ ആശാ വർക്കർമാരുടെ മേലങ്കി അണിഞ്ഞ ഈ ശ്രീമതി പ്രേമയെ പോലുള്ളവര് നാളെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഇടതുപക്ഷ ഗവൺമെന്റിനൊപ്പം ഇവരും പറയേണ്ടി വരും. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ 5 ലക്ഷം കൊടുക്കുന്ന പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കണം. നിങ്ങളൊരു അതിഥിയെ വിളിച്ചിരുത്തിയിട്ട് തോന്നിവാസം പറയരുത്. നിങ്ങൾ തോന്നിവാസം പറയരുത്. അവരെല്ലാം സമരത്തിൽ വളർന്നവരാ. നിങ്ങളെ പോലെ മേക്കപ്പ് ഇട്ട് വന്നിരുന്ന് ചർച്ച നടത്തുന്നവരല്ല. നിങ്ങളെ പോലെ മേക്കപ്പ് ഇട്ട് ചർച്ച നടത്തുന്നവരല്ല. അവരെ അങ്ങനെ ആക്ഷേപിക്കണ്ട. നിങ്ങൾ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. നിങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പ്രേമ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് 14 മാസം ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല UDF സർക്കാർ ഭരിക്കുമ്പോഴെന്ന് പറഞ്ഞത്. അതിന് മറുപടി ഉണ്ടോ? എങ്കിൽ അത് പറയൂ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഓണറേറിയം ബേസിലല്ല, അതൊരു ഇൻസെന്റീവ് ബേസിലായിരുന്നു, ചെറുതായിരുന്നു. അതുപോലെ തന്നെ ഈ ജോലി മാത്രം ചെയ്തായിരുന്നില്ല അന്ന് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കണ്ടേ? ഈ ജോലി മാത്രമല്ല അവർ ചെയ്തതെങ്കിൽ കൊടുക്കണ്ടേ? ചെറുതാണെങ്കിൽ കൊടുക്കണ്ടേ? നിങ്ങൾ കൊടുത്തിട്ടില്ല 14 മാസം. ഇപ്പോൾ 1 രൂപ പെൻഡിംഗ് ഉണ്ടോ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. പലവിധ പെൻഷനുകൾ മേടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു കേരളത്തില്. 2ഉം 3ഉം പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് മേടിച്ചിരുന്നതെല്ലാം കൂടെ ഒറ്റ പെൻഷൻ ആക്കിയിട്ടാണ് ഇന്ന് 1600 രൂപ. 1 രൂപ പോലും ഈ ബജറ്റ് കൂട്ടിയിട്ടില്ല. അതുപോലെ 4 ലക്ഷം വീടുകൾ എന്ന് വീമ്പ് പറയുന്നുണ്ട്. പല SC/ST മൈനോറിറ്റി തുടങ്ങി പല പദ്ധതികളിലായിട്ട് 5 വർഷം കൊണ്ട് 4 ലക്ഷം വീടുകൾ കൊടുത്ത പദ്ധതികളായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. ചോദ്യത്തിനൊന്നും മറുപടി ഇല്ലല്ലോ ദീപാനിൽ. കഷ്ടമാണ്. അവസാനം സമയമില്ലാത്തത് കൊണ്ടാണ്. പ്രേമ ചെറിയൊരു മറുപടി പറയൂ, അതിനുശേഷം ഗോപിനാഥിലേക്ക് പോയി അവസാനിപ്പിക്കട്ടെ. പ്രേമ ചെറിയൊരു മറുപടി. ഒരു മിനിറ്റ് ചെറിയൊരു മറുപടി. ഇപ്പം പെൻഷന്റെ കാര്യം പറഞ്ഞല്ലോ. പെൻഷൻ 1980 ഒറ്റ വാക്കിൽ ഞാൻ പറയാം, 1980 പെൻഷൻ വരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ പറഞ്ഞത് ഇത് പ്രത്യുൽപാദനപരമല്ല, അതുകൊണ്ട് പ്രായമായ ആളുകൾക്ക് കൊടുത്തിട്ട് ഗവൺമെന്റിലേക്കൊന്നും തിരിച്ചു വരുന്നില്ല, കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു. അതിനെ അതിജീവിച്ചാണ് അന്ന് നായനാർ മുഖ്യമന്ത്രിയായ സമയത്ത് ഈ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആന്റണി ഗവൺമെന്റ് 38 മാസക്കാലം ഈ പെൻഷൻ നൽകാതിരുന്നു. 38 മാസക്കാലം ഈ പെൻഷൻ നൽകാതിരുന്നിട്ട് പിന്നീട് വന്ന VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ആ 38 മാസക്കാലത്തെ പെൻഷനും അതിൻ്റെ കുടിശ്ശികയും നൽകി, തുടർന്ന് പെൻഷൻ നൽകി. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 18 മാസക്കാലം ഈ പെൻഷൻ കൊടുക്കാതിരുന്നു. 18 മാസക്കാലം കൊടുക്കാതിരുന്നു എന്നല്ല, VS അച്യുതാനന്ദൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ച 600 രൂപയിൽ 1 നയാ പൈസ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ കിടക്കപ്പായയുടെ അടുത്ത് കിടപ്പ് രോഗികൾക്ക് കൊണ്ടുകൊടുക്കുന്ന പെൻഷൻ അടക്കം പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ പോയി വാങ്ങണം എന്നുള്ള നിർദ്ദേശം വെച്ചതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ദുസ്സഹമായ അവസ്ഥയിലാണ് അന്ന് ആ പെൻഷൻ ഭാഗികമായി വാങ്ങിക്കൊണ്ടിരുന്നത്. അവരുടെ താല്പര്യം എന്തായിരുന്നു? തീരെ അവശരായ ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയില്ല, അപ്പം അത്രയും പെൻഷൻ വെട്ടിക്കുറയ്ക്കാം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. ഇത് ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു സമയമില്ല, ചർച്ച അവസാനിപ്പിക്കണം. ശ്രീ ഗോപിനാഥ് 30 സെക്കൻഡിൽ, എനിക്ക് ചോദ്യമില്ല കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്, 30 സെക്കൻഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീമതി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന് കേരളത്തിൽ വരുമ്പോൾ ആശാ വർക്കർമാർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് വരാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോൾ അടിയന്തരമായി പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിൻ്റെ MPമാരും കേരള ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാർ ഇങ്ങനെ ഓണറിയം വർദ്ധിപ്പിക്കണമെന്നൊരു പ്രഖ്യാപനം നടത്തിയ സ്ഥിതിയിൽ, ഒരു സമരത്തിലേക്ക് പോയ സ്ഥിതിയിൽ
അവരെ അഭിമാനത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടാൻ കഴിയുന്ന വിധത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായി കേരള ഗവൺമെൻറ് കൊടുത്തു തീർത്ത ഇൻസെൻറ്റീവെങ്കിലും കൊടുത്ത് എന്തെങ്കിലും വിധത്തിലേക്കുള്ളൊരു വർധനവ് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കാമെന്ന് പറഞ്ഞതിന് അവർ അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഒന്ന്. രണ്ട്, വളരെ ശക്തമായിട്ടുള്ള സമരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ആശാവർക്കർമാർ മാത്രമല്ല, അംഗൻവാടി വർക്കർമാർ, മിഡ് ഡേ മീൽ അടക്കം തൊഴിലുറപ്പ് ഉൾപ്പെടെ എല്ലാ സ്കീമുകളിലെയും വർക്കർമാരെ പറ്റുവാണെങ്കിൽ CIT മാത്രമല്ല എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് വേണം. 2005 ശേഷം 20 വർഷം വിടുകയാണ്, 20ാം വാർഷികം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പഴയ മാനദണ്ഡങ്ങളെ മാറ്റിക്കൊണ്ട് ഈ പറയുന്ന സ്കീമുകൾക്കെല്ലാം കൃത്യമായി പണം അനുവദിക്കാനും ആ പണം അനുവദിക്കുന്ന തൊഴിലാളികൾക്ക് അതിൻ്റെ കൂലി പ്രത്യേകമായി മാന്യമായി ലഭിക്കാൻ കഴിയണ വിധത്തിലേക്ക് ഒരു മിനിമം വേജസ് അക്കാര്യത്തിൽ ഡിക്ലെയർ ചെയ്യാനും തയ്യാറാവുന്ന വിധത്തിലേക്ക് ഒരു സംയുക്തമായ എല്ലാ സ്കീമുകളെയും ചേർത്തുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ CITയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പറയാനുള്ളത്. അത് CIT വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ പോവുക. ഓക്കെ, വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന 3 പേർക്കും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.